കോവയ്ക്കാണ് കേട്ടോ. കോക്സീനിയ ഇൻഡിക്ക എന്നാണ് ഇതിൻ്റെ പേര്. ഭാരതത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെയാണ് ഇതിൻ്റെ ഒറിജിനും. ഇത് ഹോമിയോപ്പതിയിൽ ഡയബറ്റിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല മരുന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ SBMൽ പ്രമേഹ രോഗവുമായിട്ട്, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ട് ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് ഓർമ്മയുണ്ടാവും. അവരുടെ അടുത്ത് വെറും വയറ്റിൽ ഇതുപോലെ 4 കോവയ്ക്ക, ഇത്ര വലുതാണെങ്കിൽ 3 എണ്ണം മതി, അത് ചെറുതായിട്ട് നുറുക്കി മിക്സിയിലിട്ട് അരച്ച് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറയാറുണ്ടായിരുന്നു നമ്മൾ. ഇതിന് കാരണം എന്താണെങ്കിൽ ഉത്തർപ്രദേശിലുള്ള ചില ഗോത്രവർഗ്ഗക്കാർ ഈ മൂത്രമൊഴിക്കുന്നിടത്ത് ഉറുമ്പ് വന്നാൽ, കാരണം പണ്ടത് ഡയബറ്റീസ് ആണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള മെത്തേഡ്സ് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് മൂത്രമൊഴിക്കുന്നിടത്ത് ഉറുമ്പിനെ കണ്ടാൽ ഉടനെ ഈ കോവയ്ക്ക അരച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ഇത് വായിച്ചിട്ടാണ് ഞാൻ നമ്മളുടെ പേഷ്യൻസിൻ്റെ അടുത്ത് കോവയ്ക്ക അരച്ച് കഴിക്കാൻ പറഞ്ഞത്. പിന്നീടാണ് ഈ ന്യൂട്രീഷൻ മെഡിസിനിൽ ഈ കോവയ്ക്കൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും HDLനെ കൂട്ടാനും ഒക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ള ചെറിയ ചെറിയ പഠനങ്ങൾ വായിക്കാനിടയായത്. അതിനുശേഷം നമ്മൾ ഈ കോവയ്ക്കയുടെ ഈ ഗുണത്തിന്, ഇപ്പോൾ നമ്മൾ ഈ പ്രമേഹ രോഗികളിൽ ഇത് പരീക്ഷിച്ചപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ഗുണമൊക്കെ നമുക്കതിൽ നിന്ന് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ 3 കോവയ്ക്കയുടെ കൂടെ ഒരു കഷ്ണം മഞ്ഞൾ ചേർത്ത് അരച്ച് കഴിക്കാൻ പറഞ്ഞു, പിന്നീട് കുരുമുളക് ചേർത്ത് അരച്ച് കഴിക്കാൻ പറഞ്ഞു, അങ്ങനെ പല വിധത്തിലുള്ള സംഗതികൾ ചേർത്ത് അരച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലായത് മഞ്ഞൾ ചേർത്ത് അരച്ച് കഴിക്കുമ്പോഴും കുരുമുളക് ചേർത്ത് അരച്ച് കഴിക്കുമ്പോഴും അതിന് കുറച്ചുകൂടി ഗുണം കൂടുതലുള്ളതായിട്ട് കണ്ടു. അങ്ങനെ പല വിധത്തിലുള്ള സംഗതികൾ പരീക്ഷിച്ച് അതിൽ ഏറ്റവും റിസൾട്ട് കിട്ടിയത് എങ്ങനെയാണെങ്കിൽ അല്പം കരിഞ്ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചു വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ വലിയതാണെങ്കിൽ 3 കോവയ്ക്ക, ചെറുതാണെങ്കിൽ 4 കോവയ്ക്ക, അതെടുത്ത് ഈ കരിഞ്ജീരകം പൊടിച്ചു വെച്ചതിൽ നിന്ന് 1/2 ടീസ്പൂണും ചേർത്ത് അരച്ച് അത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെറും വയറ്റിൽ ഒരു 1-2 ഗ്ലാസ് ആക്കിയിട്ട് കുടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ധാരാളം രോഗികൾക്ക്, നമ്മൾ പരീക്ഷിച്ചതിൽ ധാരാളം രോഗികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ശമനം ഉണ്ടായി. അവർ ഹോമിയോപ്പതി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് കാലങ്ങളായിട്ട് ഹോമിയോപ്പതിയിൽ ഡയബറ്റീസിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മരുന്നായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന്. പിന്നെ ഇതിലെ ഏറ്റവും സവിശേഷമായ സംഗതി, ഈ പ്രമേഹ രോഗികളിൽ പൊതുവെ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷന് ഇത് വളരെ ഗുണം ചെയ്യും. പിന്നെ ഇത്തരം സംഗതികൾ, ഇത് ഒരു വെജിറ്റബിൾ ആണ്, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാലും സ്ഥിരമായിട്ട് അരച്ച് കഴിക്കുമ്പോൾ, അതും കരിഞ്ജീരകം ചേർത്ത് അരച്ച് കഴിക്കുമ്പോൾ ഒരു 10-14 ദിവസം മാത്രം കഴിക്കുക. അതിനുശേഷം ഞാനെടുത്ത ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് മറക്കാതെ കാണുക കേട്ടോ.